ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് ബിഗിനറായിട്ട് വരുന്നവർ തീർച്ചയായിട്ടും അറിയേണ്ട ആഡ്സെൻസിന് പരമായിട്ടും യൂട്യൂബ് പരമായിട്ടും അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴേ യൂട്യൂബിൽ സക്സസ് ആകാൻ കഴിയുള്ളൂ. അതായത് നമ്മൾ ആഡ്സെൻസ് ഓൺ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്. എന്നിരുന്നാലും ചോദ്യങ്ങൾ ഇത്തരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് അറിയേണ്ട കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ഞങ്ങളുടെ ആഡ്സെൻസ് പേജ് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നില്ല, ആഡ്സെൻസ് ഓപ്പൺ ആക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ആഡ്സെൻസ് ഓപ്പൺ ആക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തപ്പോൾ കൺട്രി സൗദിയാണ് കൊടുത്തത്, അഡ്രസ്സ് ഇന്ത്യയിലെയും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അഡ്രസ്സും അതുപോലെ കൺട്രി അത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഇപ്പോൾ ചിലർ പറയുന്നു അഡ്രസ്സും കൺട്രിയും സെയിം ആവണമെന്ന്. ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടിയ ഡോളർ പോകുമോ? അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടിയ ഡോളർ പോകുമോ എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പോകുക എന്നുള്ളതും കൂടി പറഞ്ഞുതരാം. ആഡ്സെൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ കൺട്രി ചോദിക്കും. ആ കൺട്രി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ എഗ്രി കൊടുക്കും. ഒരു ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നമ്മൾ എഗ്രി കൊടുക്കും. അങ്ങനെ എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കൺട്രിയിലുള്ള നിയമവ്യവസ്ഥകളെ മാനിച്ചു കൊണ്ടിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനാണ് നമ്മളിവിടെ എഗ്രി കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ സൗദി അറേബ്യ ആയിക്കോട്ടെ, വേറെ ഏത് രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളീസ് ആയിക്കോട്ടെ, അവിടുത്തെ രാജ്യത്തെയാണ് കൊടുക്കുക. അവിടുത്തെ രാജ്യമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ബാങ്ക് അക്കൗണ്ടും കൂടി നിങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾക്ക് അവിടുത്തെ രാജ്യം കൊടുത്തിട്ട് കാര്യമുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം, യാതൊരു തെറ്റുമില്ല. പക്ഷെ അവിടുത്തെ അഡ്രസ്സും അവിടെ എന്താ ബോക്സ് നമ്പറോ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് അവിടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഒരു നമ്പറിൽ ഒതുങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ വിദേശ രാജ്യമൊന്നും പോയിട്ടില്ല. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് അത്തരത്തിലുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞു തരുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള നമ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ നിങ്ങൾ താമസിക്കുന്ന ആ ഒരു നമ്പർ കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് അഡ്രസ്സായി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ ബാങ്ക് കണക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവിടെ പിൻ വെരിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഒരുപാട് പേരുടെ സക്സസ് ആയിട്ടുള്ളൂ. പിൻ വെരിഫിക്കേഷൻ്റെ ആ ഒരു പിൻ ലെറ്ററിൻ്റെ ആവശ്യം അവിടേക്ക് കൊടുക്കുന്നില്ല. ഇന്ത്യയിലുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് ഇന്ത്യയിലുള്ളത് തന്നെ ആയിരിക്കണം. ഇന്ത്യയിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും അഡ്രസ്സ് നിങ്ങൾക്ക് വെക്കാം. ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ജോലി സംഭവമായി ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡൽഹിയിലത്തെ അഡ്രസ്സ് വെക്കാം, യാതൊരു കുഴപ്പമില്ല. ഓക്കെ, ആ ഒരു അഡ്രസ്സിലേക്കാണ് പിൻ ലെറ്റർ വരിക. അങ്ങനെ പിൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ പിൻ ലെറ്റർ വരുന്നത് അഡ്രസ് വെരിഫിക്കേഷൻ എന്നാണ് പറയുക. അഡ്രസ് വെരിഫിക്കേഷൻ, ഇന്ന വ്യക്തി ഈ ഭാഗത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു തെളിവിന് വേണ്ടി ഗൂഗിൾ ആഡ്സെൻസ് അയക്കുന്ന ഒരു ലെറ്ററാണ്. കാരണം ഇതിൽ ഫേക്കായിട്ട് പലവരും ഇതിലുള്ള പണം നേടിയെടുക്കാൻ സാധ്യത ഉണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ആ അഡ്രസ് വെരിഫിക്കേഷൻ ഇത്തരത്തിൽ പിൻ ലെറ്റർ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിൻ ലെറ്റർ കിട്ടാത്ത അവസ്ഥയിൽ ചിലവർക്ക് പറയാറുണ്ട് 10 ദിവസമൊക്കെ ആയി, 20 ദിവസമായി പിൻ ലെറ്റർ കിട്ടുന്നില്ല എന്ന്. ഏകദേശം 2 ആഴ്ച 4 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു പിൻ ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റീസെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ ഹോം പേജിൽ തന്നെ കാണും. അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അഡ്രസ്സ് ചെക്ക് ചെയ്തിട്ട് അഡ്രസ്സിൽ വല്ല മാറ്റങ്ങളോ അല്ലെങ്കിൽ വല്ല കറപ്ഷൻസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ റീസെൻഡ് ചെയ്യുക. ഓക്കെ, ഉടനടി പോയിട്ട് റീസെൻഡ് ചെയ്യരുത്. റീസെൻഡ് എനേബിൾ ആണ് എന്ന് കരുതി പെട്ടെന്ന് പോയിട്ട് റീസെൻഡ് ചെയ്യാതെ അഡ്രസ്സിൽ ചേഞ്ചസ് ഒക്കെ വരുത്തി ഒന്ന് നോക്കുക. തീർച്ചയായിട്ടും പിൻ ലെറ്റർ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരുന്നതായിരിക്കും. കോൺടാക്ട് 2 എന്നുള്ള ഫോൺ നമ്പർ മസ്റ്റായി കൊടുക്കണം. അപ്പോൾ ആ ഫോൺ നമ്പറിലാണ് പോസ്റ്റ്മാൻ വിളിച്ച് പറഞ്ഞ് ഇതുപോലെ പിൻ ലെറ്റർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുക. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി പറഞ്ഞത് സൗദിയാണ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ അഡ്രസ്സിൽ ഇന്ത്യയിലെത്തിയാണ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതൊരിക്കലും പാടില്ല. നിങ്ങൾ ഏത് കൺട്രിയാണോ സെലക്ട് ചെയ്തത് ആ കൺട്രിയിലുള്ള ബാങ്കും ആയിരിക്കണം അഡ്രസ്സും ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിലുള്ള വ്യക്തിയാണെങ്കിൽ ഇന്ത്യയിലുള്ള ബാങ്കും അഡ്രസ്സും ഒക്കെ ഇന്ത്യയിൽ തന്നെ കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലുള്ള വ്യക്തികൾക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൺട്രി സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ്സെൻസ് അക്കൗണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അല്ലാണ്ട് നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. അതായത് വേറൊരു കൺട്രിയിലേക്ക് മാറ്റാൻ സാധിക്കില്ല. അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തുകൊണ്ടാണ് വേറൊരു കൺട്രിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കപ്പെടാത്തത്. അപ്പോൾ അവിടെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആഡ്സെൻസ് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് പുതിയൊരു ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ അവിടെ ബാങ്ക് ഉണ്ട് വെച്ചാൽ ആ ഒരു പേയ്മെൻറ്റ് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ
ഫസ്റ്റ് പേയ്മെൻറ്റ് നിങ്ങൾ വാങ്ങിയ ശേഷം മാത്രം നിങ്ങൾ ആഡ്സെൻസ് വേറെ ക്രിയേറ്റ് ചെയ്താൽ മതി. അതല്ല 10, 60, 70 ഡോളറൊക്കെ ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ നിൽക്കരുത്. ആ ഒരു $100 ആയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആഡ്സെൻസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ ഒരു $100 ആയ ശേഷം നിങ്ങളുടെ ബാങ്കിലോട്ട് കിട്ടിയ ശേഷം മാത്രം നിങ്ങൾ ആഡ്സെൻസ് ഇത്തരത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. ആഡ്സെൻസ് മാറ്റാൻ ഇപ്പോൾ യൂട്യൂബിൻ്റെ നമ്മുടെ ഡോളറിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, മോണിറ്റൈസേഷൻ എന്നുള്ള ചിഹ്നം, അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ചേഞ്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആഡ്സെൻസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ആഡ്സെൻസിൻ്റെ അത് ചേഞ്ച് ചെയ്യരുത്, ഇത്തരത്തിൽ ആലോചിച്ചുകൊണ്ട് ചെയ്യുക. ആഡ്സെൻസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഡൗട്ട് ഈ വ്യക്തിക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കുക, എൻ്റെ ഒരു ചെറിയ ചാനലാണ്, വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബ്സ് കുറവാണ്, പക്ഷേ വീഡിയോയ്ക്ക് പരസ്യം വരുന്നു, വല്ല കുഴപ്പമുണ്ടോ? അത് യൂട്യൂബിൻ്റെ പുതിയ ടേംസ് ആൻഡ് സർവീസാണ്. ഈ ഒരു ടേംസ് ആൻഡ് സർവീസിൽ പറയുന്നുണ്ട് യൂട്യൂബ് ഇനി പുതിയ ചാനലുകൾക്ക്, മോണിറ്റൈസ് ആവാത്ത ചാനലുകൾക്കടക്കം പരസ്യം കാണിക്കുന്നതായിരിക്കുമെന്ന് യൂട്യൂബിൻ്റെ പുതിയ ടേംസ് ആൻഡ് സർവീസിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ചാനലുകൾക്കും പരസ്യം കാണിക്കും. പുതുതായിട്ട് ചാനൽ തുടങ്ങി ഫസ്റ്റ് വീഡിയോ ഇട്ട വ്യക്തിക്കടക്കം ആ വീഡിയോയിൽ പരസ്യം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലുള്ള റവന്യൂ അവർക്ക് കിട്ടുന്നതല്ല, യൂട്യൂബിനാണ് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ ചാനൽ എപ്പോഴാണ് മോണിറ്റൈസ് ആവുന്നത് അവിടെ നിന്ന് അങ്ങോട്ടേ നിങ്ങൾക്ക് റവന്യൂ കിട്ടുകയുള്ളൂ. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്നത് എല്ലാ മാസവും പേയ്മെൻറ്റ് കിട്ടുമോ? ഇത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എല്ലാ മാസവും പേയ്മെൻറ്റ് കിട്ടുമോ? ചാനൽ തുടങ്ങി ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മാസവും നമുക്കിങ്ങനെ $100 വന്നുകൊണ്ടേ ഇരിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മുടെ വ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡോളർ കയറുന്നത്. അതായത് എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത് ഇത്തരത്തിൽ ഡോളർ കയറാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വിട്ടുനിന്ന് വീഡിയോസ് ഇടാണ്ട് മാസങ്ങളോളം വിട്ടുനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡോളർ കയറുന്നത് താരതമ്യം കുറയും. കാരണം വ്യൂസ് അവിടെ വരുന്നില്ല, നമ്മുടെ ഫാമിലിക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടന്റ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു മാസത്തെ റവന്യൂ കിട്ടുന്നത് ആ ഒരു മാസം നമ്മൾ പ്രയത്നിച്ചതിൻ്റെ എഫേർട്ട് എടുത്തതിൻ്റെ പ്രതിഫലമായിട്ടാണ് നമുക്ക് ആ ഡോളർ കയറുന്നത്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? അത് ഓടുകയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ആ ഒരു വീഡിയോയുടെ കണ്ടന്റിനനുസരിച്ചിട്ടാണ് ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു മൂല്യത്തിനനുസരിച്ചിട്ടുള്ള ഡോളർ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കുക, എന്നിരുന്നാൽ മാത്രമേ ഡോളർ കിട്ടുള്ളൂ. വീഡിയോ ഓടാത്ത വീഡിയോയ്ക്ക് ഡോളർ കിട്ടുന്നതല്ല. എല്ലാ മാസവും $100 കിട്ടും എന്നുള്ള യാതൊരു പ്രതീക്ഷയും ഇത്തരത്തിലുള്ളവർ, അതായത് വീഡിയോ 1, 2 ഇട്ട ശേഷം എല്ലാ മാസവും $100 കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഈ വീഡിയോയിലൂടെ അതിനുള്ള ആൻസർ കിട്ടി എന്ന് തന്നെ കരുതുന്നു. അങ്ങനെയല്ല, നമ്മുടെ വ്യൂസിനനുസരിച്ചിട്ടാണ് ഡോളർ കിട്ടുക. ഓക്കെ, ഇത് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടെങ്കിൽ ചാനൽ മോണിറ്റൈസ് ആവുമോ, അതുപോലെ തന്നെ വല്ല പ്രശ്നവും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനലിന് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല, അതിന് മുമ്പേ കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടെങ്കിൽ നമ്മൾ മോണിറ്റൈസിന് കൊടുക്കാൻ നേരത്തും ഈ ഒരു ക്ലെയിം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ബിഗിനർ ആയിട്ടുള്ളവരൊക്കെ പേടിക്കാറുണ്ട്, എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവില്ലേ, എൻ്റെ ചാനൽ മോണിറ്റൈസിന് ബാധിക്കുമോ, എൻ്റെ ചാനലിൽ ഇനിയിപ്പോൾ അണ്ടർ റിവ്യൂ പോയിട്ട് അത് ഇൻ പ്രോഗ്രസ് ആയിട്ട് അവിടെ തന്നെ കിടക്കുമോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. യാതൊരു പ്രോബ്ലം ഇല്ല കേട്ടോ. കോപ്പിറൈറ്റ് ക്ലെയിം തന്ന കമ്പനി അതിൽ തന്നെ കൊടുക്കുന്നുണ്ട്, ഒരു എഫേർട്ട് എടുത്ത് നിങ്ങളുടെ ചാനലിൽ യാതൊരു രീതിയിലും ബാധിക്കുന്നതല്ല എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ യാതൊരു രീതിയും ബാധിക്കുന്നതല്ല, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നതായിരിക്കും. മോണിറ്റൈസ് ആയ ശേഷം നിങ്ങൾക്ക് അതിൽ നിന്നുള്ള റവന്യൂ കിട്ടില്ല. ആ ഒരു റവന്യൂ കമ്പനിക്ക് ആരുടെ വീഡിയോ മ്യൂസിക്കാണ് ഉപയോഗിച്ചത്, ഏത് മ്യൂസിക്കിനാണ് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടി, ആ കമ്പനിക്ക് ആ ഒരു റവന്യൂ ഷെയർ ചെയ്യപ്പെടുന്നതായിരിക്കും. ഓക്കെ, അല്ലാണ്ട് നിങ്ങളുടെ ചാനലിൽ യാതൊരു രീതിയിലും ബാധിക്കുന്നതല്ല. ഓക്കെ, ഇവിടെ എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ നമ്മൾ അത്തരത്തിലുള്ള കോപ്പിറൈറ്റ് ക്ലെയിം മാറാൻ വേണ്ടി മ്യൂസിക് റിമൂവ് ചെയ്ത് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വോയിസ് ഓവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കട്ടാവും, അതൊന്നും കേൾക്കില്ല, അവിടെ കൊടുത്ത മ്യൂസിക് മാത്രമേ കേൾക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം എന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് യാതൊരു രീതിയിലും ബാധിക്കുന്നതല്ല. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തത് ആഡ്സെൻസ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ബിഗിനറായിട്ടുള്ളവർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആഡ്സെൻസ് എങ്ങനെയാണ് ഞങ്ങളുടെ മൊബൈലിൽ ഓപ്പൺ ആക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് കണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ബാറിൽ ഇത്തരം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സെൻസ് ഏൺ മണി ഫ്രം വെബ്സൈറ്റ് ഇത് കണ്ടോ, ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജാണ് വരിക. ഈ പേജിൻ്റെ അവിടെ നിന്നുകൊണ്ടാണ് ഒരുപാട് പേര് കൺഫ്യൂഷൻ ആവാറുള്ളത്, എന്തുകൊണ്ടാണ് എൻ്റെ ആഡ്സെൻസ് പേജ് ഓപ്പൺ ആവുന്നില്ല എന്നുള്ളത്. ഇവിടെ ഈ ഒരു 3 ഡോട്ട് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ചിലവർ ഡെസ്ക്ടോപ്പ് സൈറ്റ് എടുത്തിട്ടും ചെയ്യാറുണ്ട്.
അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. ഇത്തരത്തിൽ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ കണ്ടോ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സൈൻ ഇൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കേണ്ടത് നിങ്ങളുടെ ആഡ്സൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ലോഗോ, അതായത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആഡ്സൻസിൽ കൊടുത്ത ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ അറിയാണ്ട് പലവരും ഇത്തരത്തിൽ ആ ഒരു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ആ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കാറുണ്ട്. എന്ത് ചെയ്യണം, അങ്ങോട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് ഒരുപാട് പേര് പകച്ച് നിൽക്കുന്ന ആളുകളെ നമ്മൾക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട്, സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നിട്ട്. അപ്പോൾ ഇത്തരത്തിൽ കണ്ടോ ഇപ്പോൾ എൻ്റെ ആഡ്സൻസ് പേജ് ഓപ്പൺ ആയി. ചിലപ്പോൾ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ചോദിക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്ത ഏത് ഇമെയിൽ ഐ ഡി ആണോ അത് കൊടുക്കുക. അതിൻ്റെ പാസ്വേഡും കൊടുത്തിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആഡ്സൻസിൻ്റെ ഹോം പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ആഡ്സൻസിൽ ID വെരിഫിക്കേഷൻ ചെയ്യാനും പിൻ വെരിഫിക്കേഷൻ ചെയ്യാനും എല്ലാം സാധിക്കും. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ സാധിക്കും. ഇതെല്ലാം ആഡ്സൻസിൻ്റെ പേജ് ഓപ്പൺ ആയാലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.